ശോഭാ കരന്തലെ പറഞ്ഞത് ലവ് ജിഹാദിനെ കുറിച്ചല്ല, ലാൻഡ് ജിഹാദിനെ കുറിച്ചാണ്. ലാൻഡ് ജിഹാദ്, അതെ, ബിസിനസ് ജിഹാദ്. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? അല്ല, അത് ഇപ്പോൾ നമുക്കറിയാം, അപ്പോൾ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയൊക്കെ വാങ്ങുന്നത് മുസ്ലിംസാണ്. അത് അവർ കൈയടക്കുന്നു എന്നാണ് അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഇത് ആരെങ്കിലും കൂടുതൽ പണവുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ നമുക്ക് തരില്ല എന്നാരും പറയുന്നില്ലല്ലോ. ഇപ്പോൾ ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ ഒക്കെ അത് വാങ്ങാം. പക്ഷേ അത് അവരാണ് വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു ലാൻഡ് ജിഹാദ് ആവുന്നത് എങ്ങനെയാണ്? അതൊക്കെ ഒരു തരത്തിൽ ഈ സമൂഹത്തിൽ അങ്ങനത്തെ ചില വേർതിരിവുകൾ വരുത്താൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ് ലാൻഡ് ജിഹാദ് എന്നൊക്കെ. ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ചില ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ ഇത് ഒരു കുത്തിവെക്കാനായിട്ട് ഉപകരിക്കുക. അതുകൊണ്ട് അവരുടെ കയ്യിലല്ല ഇപ്പോൾ എല്ലാം സ്ഥലങ്ങളെല്ലാം പോകുന്ന, സ്ഥാപനങ്ങളെല്ലാം അവരുടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്കതിന് അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നതിനോ ആ സ്ഥലം വാങ്ങുന്നതിനോ നമ്മുടെ മുന്നിൽ ഒരു തടസ്സങ്ങളും ഇല്ല. അപ്പോൾ അവർ വാങ്ങുന്നതിനെ നമ്മളെങ്ങനെയാണ് കുറ്റം പറയുക എന്നുള്ളതാണ്. അല്ല, ശോഭാ കരന്തലജിയൊക്കെ പറയുന്നത് ആ ശീലം കൊണ്ടാണ്. കാരണം നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും നന്നായിട്ട് സെല്ല് ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഈ ലവ് ജിഹാദ് എന്നുള്ള. ഇപ്പം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് എപ്പോഴും പ്രസംഗങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് കേരളത്തിൽ വരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം അത് പറയാതിരിക്കാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ ഈ സാധാരണ ഉപയോഗിക്കുന്ന രീതിയിൽ ഒരാൾക്ക് 2-ലധികം കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ അത് പോപ്പുലേഷൻ ജിഹാദാണെന്ന് പറയും. ബിസിനസ് നടത്തി നന്നാവുകയാണെങ്കിൽ, അത് നടത്തുന്ന ആൾ മുസ്ലിം ആണെങ്കിൽ അതിനെ ഉടനെ തന്നെ ബിസിനസ് ജിഹാദ് എന്ന് പറയും. അപ്പോൾ ഈ ജിഹാദ് എന്ന വാക്കിനെ മുസ്ലിങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെടുത്തി പറയുക എന്നുള്ളൊരു രീതിയാണ് പൊതുവിൽ അവിടെ നിൽക്കുന്നത്. മാത്രമല്ല, ഇതിൻ്റെ കണക്കുകളും ഈ പറയുന്ന സംഗതികളായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പം ഈ മിശ്ര വിവാഹങ്ങളുടെ കണക്കെടുത്താൽ തന്നെ ഇന്ത്യയിലെ എല്ലാ മതത്തിലെയും മിശ്ര വിവാഹങ്ങൾ ഒരുമിച്ചെടുത്താൽ ആകെ നടക്കുന്ന വിവാഹങ്ങളുടെ 2.6% ഉള്ളൂ ഈ മിശ്ര വിവാഹങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇവരുദ്ദേശിക്കുന്ന തരം കല്യാണമുണ്ടല്ലോ, അതായത് വരൻ മുസ്ലിമും വധു ഹിന്ദു ആയിരിക്കണം, എന്നിട്ട് വിവാഹം കഴിച്ചതിന് ശേഷം മതം മാറ്റുന്നു, ഇതിനെയാണ് പറയുന്നത്. അത് എത്രയോ നിസ്സാരമായ നമ്പർ മാത്രമാണ്. അത് കൂടുതലും ഈ പറയുന്ന പോലത്തെ പ്രണയത്തിൽ നടക്കുന്ന വിവാഹങ്ങളാണ്. പക്ഷേ ഇത് ഇന്ത്യയിലൊരു വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഹിന്ദു സമൂഹത്തിനെ അരക്ഷിതരാക്കുകയാണ്. അപ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ അല്ലെങ്കിൽ ശബരിമലയൊക്കെ ഒരു സുവർണാവസരമായി BJP ഉപയോഗിക്കാതെ എന്തുകൊണ്ടാണ് ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഈ വിഷയങ്ങൾ മാത്രം ഇങ്ങനെ തിരികത്തിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ്. അല്ല, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ഇപ്പോൾ വന്ന് പ്രസംഗിച്ചത് പോലും കണ്ടില്ലേ? അദ്ദേഹം ഈ പറഞ്ഞ വർഗീയ ചേരിതിരിവുകൾക്കൊന്നുമല്ല. ഇവിടെ ഒരു സർക്കാർ, BJPയുടെ സർക്കാർ വരണം, അല്ലെങ്കിൽ ഇരട്ട എൻജിൻ എന്നുള്ളതിന് പറയുന്നു, ശബരി റെയിൽപാതയെക്കുറിച്ച് പറയുന്നു. അത് പ്രധാനമായും വികസനത്തിലൂന്നി തന്നെയാണ് സംസാരിക്കുന്നത്. അത് മാത്രമല്ല, വേറൊരു കാര്യം ആലോചിച്ചത്, BJPയിൽ നിന്ന് 2 പേരാണ് ഇലക്ഷനിൽ ജയിച്ച് ജനപ്രതിനിധികളായിട്ടുള്ളത് കേരളത്തിൽ. ഒന്ന് O രാജഗോപാൽ, ഒന്ന് സുരേഷ് ഗോപി. ഇവരെ 2പേരുടെയും ഒരു നേച്ചർ എടുക്കുക, ഇവരുടെ പ്രസംഗങ്ങളും സംഭാഷണങ്ങളും നോക്കുക. അങ്ങനെ തീവ്രമായി വർദ്ധിക്കുക പറയുന്ന ആൾക്കാരല്ല. ഇപ്പോൾ രാജഗോപാൽ എന്ന് പറഞ്ഞാൽ അത് RSS ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ആളാണ്. പക്ഷേ എല്ലാവരോടും വളരെ സൗമ്യമായിട്ട് പെരുമാറുകയും സൗമ്യമായി സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിന്ന് വന്നതിൻ്റേതായിട്ടുള്ള വേറെ ചില പ്രത്യേകതകളുണ്ട്. പക്ഷേ അദ്ദേഹം എല്ലാ മതങ്ങളുടെയും ആളായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം അങ്ങനെ വർഗീയത എന്നും പറയുന്ന ഒരാളല്ല. ഇതുപോലത്തെ BJP സംസ്ഥാന പ്രസിഡന്റായിരുന്ന PS ശ്രീധരൻപിള്ള, ഗവർണറായിരുന്ന അദ്ദേഹം എല്ലാ സമുദായങ്ങളുമായിട്ടും വളരെ നല്ല അടുപ്പമുള്ള ആളാണ്. പൊതുവിൽ സ്വീകാര്യനാകുക, എല്ലാവർക്കും സ്വീകാര്യനാവുക എന്നുള്ളതാണ് കേരളത്തിൽ ക്ലച്ച് പിടിക്കണമെങ്കിൽ വേണ്ട, പരസ്യമായിട്ടെങ്കിലും എടുക്കേണ്ട ഒരു നിലപാട് എന്ന് ബുദ്ധിയുള്ള BJPക്കാർക്കെല്ലാം അറിയാം. അതില്ലാത്തവരാണ് ഇങ്ങനെയുള്ള ജിഹാദ് കൂട്ടിച്ചേർത്തുള്ള വാക്കുകൾ ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ വോട്ട് ചെയ്യാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. അപ്പോൾ അതിനിടയിലേക്കാണ് ഈ രീതിയിൽ ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരികത്തിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും കേരളത്തിൽ അതൊന്നും വില പോകാൻ പോകുന്നില്ല.